محمد وعلى آل سيدنا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, JIC-യുടെയും SYS-ന്റെയും SKIC-യുടെയും കരുത്തരായ സാരഥികളെ, ഈ പ്രവാസ ലോകത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കരുത്തരായ സാന്നിധ്യമായി, പ്രവർത്തകരായി നിൽക്കുന്ന സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിന്ന് ഒരുമിച്ച് കൂടാൻ സാധിച്ചിരിക്കുന്നു. എല്ലാ വർഷവും നമ്മൾ വിശുദ്ധമായ റമദാനിനെ വരവേൽക്കുവാൻ വേണ്ടി JIC-യിൽ നമ്മളുടെ വില്ലയിൽ വളരെ വിപുലമായ ഇതുപോലെ ഒരു ക്യാമ്പ് നമ്മൾ വർഷങ്ങൾ നടത്താറുണ്ട്. ഒന്നുകൂടി നമ്മളുടെ പ്രവർത്തകരുടെ സാന്നിധ്യവും അവരുടെ സൗകര്യവും പരിഗണിച്ചാണ് നാം ഇങ്ങോട്ട് മാറ്റിയത്. അൽഹംദുലില്ലാഹ്, എല്ലാവരും നല്ലതുപോലെ പ്രതികരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വിശുദ്ധമായ റമദാൻ നമ്മളുടെ അടുത്തെത്തുമ്പോൾ റമദാനിനെ കുറിച്ച് നാം എങ്ങനെ ഒരു തയ്യാറെടുക്കണം എന്നതിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്. പാരമ്പര്യമായി നാം ഒരു നനച്ചുകുളിയുടെ വക്കത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച എങ്കിൽ, ആ നനച്ചുകുളി നമ്മളുടെ വിശ്വാസത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഭാഗത്തേക്ക് കൂടി വരേണ്ടതുണ്ട്. നാം കേവലം ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുധാവനക്കാരൻ മാത്രമല്ല, നാം അതിൻ്റെ സംരക്ഷകൻ കൂടിയാണ്. നാം അതിൻ്റെ പ്രവർത്തകർ കൂടിയാണ്, സാരഥി കൂടിയാണ്. അതുകൊണ്ട് തന്നെ റമദാൻ എന്ന ഈ ഒരു സ്വയം മാറ്റത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു സ്വന്തം മാറ്റത്തിനുള്ള ഒരു അവസരമായി എടുക്കുന്ന ഈ ഒരു സമയത്ത് ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, SKIC-യുടെയും SYS-ന്റെയും സമസ്തയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമുക്ക് വ്യക്തിപരമായി മറ്റുള്ളവരിൽ നിന്ന് ഒന്നുകൂടി ചില മാറ്റങ്ങളും അതുപോലെ തന്നെ ചില ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ട്. അതുകൂടിയാണ് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, വിശുദ്ധമായിട്ടുള്ള ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകൾക്ക് നോമ്പുണ്ടായിരുന്നത് പോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കി, പക്ഷെ അതിനൊരു അടിവരയിട്ടത് പടച്ച തമ്പുരാൻ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടിയാണ്. ഈ സൂക്ഷ്മതയാണ് നമ്മളുടെ പ്രവർത്തന മണ്ഡലത്തിലേക്കും ജീവിത മണ്ഡലത്തിലേക്കും വിശ്വാസത്തിന്റെ മണ്ഡലത്തിലേക്കും കടത്തിവിടേണ്ടത് എന്നത് ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ അൽഹംദുലില്ലാഹ്, നമുക്ക് തുടങ്ങാൻ പോകുന്ന ഈ പരിപാടിയിൽ നമ്മളുടെ ജിദ്ദയിലെ സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന JIC, നമുക്കെല്ലാവർക്കും അറിയാം, ജിദ്ദ ഇസ്ലാമിക് സെന്റർ, അതിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന SYS അതുപോലെ തന്നെ SYS കമ്മിറ്റി, SKIC കമ്മിറ്റികൾ, ഈ കമ്മിറ്റികളുടെ ഓരോ പ്രവർത്തനങ്ങളിലും കൃത്യമായി നമ്മളെല്ലാവരും പങ്കെടുക്കുന്നവരാണ്. നമുക്കറിയാം, റെഗുലറായി നമ്മളുടെ വില്ലയിൽ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും പ്രാസ്ഥാനികമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതേപടി യാതൊന്നും ചോരാതെ അതേ വീര്യത്തോടുകൂടി പ്രവാസ ലോകത്ത് എത്തിക്കുവാൻ അൽഹംദുലില്ലാഹ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രവർത്തകരായ നിങ്ങൾക്ക് വന്നുപെട്ടിട്ടുണ്ട് എങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. വിശദമായിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാവരും നിങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വഴിയെ കേൾക്കാവുന്നതാണ്. ഇന്ന് ഈ ക്യാമ്പിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ക്യാമ്പ് അമീർ ബഹുമാനപ്പെട്ട ഉസ്താദ് അലി മൗലവി നാട്ടുകൽ അവർകളാണ്. അദ്ദേഹവും അതുപോലെ തന്നെ ക്യാമ്പ് കോർഡിനേറ്ററായ അബ്ദുൽ ഹക്കീം വാഫി, അതുപോലെ തന്നെ അബ്ദുൽ ബാരി ഉസ്താദ്, ഇവർ ഒരുപാട് ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഈ പ്രവർത്തനത്തിന്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മളുടെ ക്യാമ്പ് അമീർ തന്നെയാണ്. ബഹുമാനപ്പെട്ട അലി മൗലവി നാട്ടുകൽ അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സദയം സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട നമ്മളുടെ ആത്മീയമായ സാന്നിധ്യം കൂടിയായ ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർകളെയും ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ ഒരു വർഷത്തെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട SYSന്റെ കാര്യദർശി സവാദ് പേരാമ്പ്ര, അതുപോലെ തന്നെ JICയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് കുപ്പം അവർകളാണ്. അവർ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ചടങ്ങിന്റെ വലിയ ഒരു സ്പെഷ്യൽ ഐറ്റം, ഒരു പ്രത്യേകമായിട്ടുള്ള ഐറ്റം, നമ്മളുടെ സംഘാടനത്തിനെ കുറിച്ച് ഒരു നല്ല ക്ലാസ് നമ്മളുടെ സുഹൃത്ത് ഷെരീഫ് സാഗർ സാഹിബ് നമുക്ക് എടുത്തു തരും. അദ്ദേഹം ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്, ഓൺ ടൈമിന് തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഒരു പ്രവർത്തകരായ നമുക്കെല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അത് കൃത്യമായി മനസ്സിലാക്കുകയും പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഷെരീഫ് സാഗർ അവർകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം മുസ്തഫ ഹുദവി ആക്കോട് ഉസ്താദിന്റെ റമദാനിന്റെ മഹത്വം, ഫളായിലു റമദാനിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സും ഇവിടെ നടക്കുന്നുണ്ട്. ഉസ്താദിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ജുമുഅക്ക് ശേഷം നമ്മുടെ അടുത്ത സെഷനുകളിലായി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇരിങ്ങാട്ടിരി, അതുപോലെ തന്നെ മുജീബ് റഹ്മാനി, മുസ്തഫ ഹുദവി, അലി മൗലവി നാട്ടുകൽ, മുസ്തഫ ഫൈസി ചേറൂർ, മുസ്തഫ ബാക്കവി, മുസ്തഫ ഫൈസി, നജുമുദ്ദീൻ ഹുദവി, സലീം വാഫി എന്നിവർ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളിലൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിലേറെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് മറ്റെല്ലാം ഒഴിവാക്കി ഇന്നത്തെ ദിവസം SKICയുടെയും നമ്മളുടെ സമസ്തയുടെ കൂടെ മാറ്റിവെച്ച എൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ സ്വാഗതവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ക്യാമ്പിനെ കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി കടന്നു വരുന്നവരോടും നിങ്ങൾ അത് അറിയിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളെ അറിയിക്കുകയാണ്. ക്യാമ്പിന്റെ അച്ചടക്കം വളരെ പ്രധാനമാണ്. ഈ ഒരു ക്യാമ്പിലോട് കൂടെ എങ്ങനെ ക്യാമ്പ് നമുക്ക് നടത്താൻ സാധിക്കും, അച്ചടക്കമായി നമുക്ക് ക്യാമ്പ് നടത്താൻ സാധിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉണർവ് അല്ലെങ്കിൽ അറിവ് ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ക്യാമ്പിലെ ക്ലാസുകൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം. ഒരു ദിവസം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ഒരുപാട് ശബ്ദഘോഷങ്ങൾ കേട്ടു പുറത്തുപോയി മറക്കുന്നതാകരുത്. എന്തെങ്കിലും അടിയിൽ, നമ്മുടെ ഹൃദയത്തിന്റെ അടിയിൽ ബാക്കി നിൽക്കുന്നതാകണം, നിർത്തണം. മൂന്നാമത്തേത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, ക്യാമ്പിന്റെ നിയന്ത്രണവും സൗകര്യങ്ങളും നമ്മളുടെ സമർഖന്ദിന്റെ സമാനമായ വിഖായ വളണ്ടിയർമാർക്ക് നൽകിയിരിക്കുന്നു. അവരാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള അച്ചടക്കവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരാരും വളണ്ടിയർമാരായി കടന്നു വരേണ്ടതില്ല. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇൻഷാ അല്ലാഹ് തെരഞ്ഞെടുക്കപ്പെട്ട വളരെ പ്രമുഖരായ നമ്മളുടെ വിഖായ വളണ്ടിയർമാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് കൈപ്പൊക്കി കാണിച്ചാൽ മതി. നിങ്ങൾക്ക് എന്താണ് സാധനം, എന്താണ് ആവശ്യമുള്ളത്, ഇൻഷാ അല്ലാഹ് അവർ നിങ്ങൾക്ക് എത്തിച്ചു തരും. എല്ലാവരും കൂടി വളണ്ടിയർമാരാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അവർക്ക് മാത്രം നമ്മൾ മാറ്റി നിർത്തുകയാണ്. നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾക്കാണ് ആദ്യമായി ബോധ്യപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് അതിനുള്ള അവസരം വിഖായ വളണ്ടിയർമാർക്ക് നിങ്ങൾ നൽകണമെന്ന് ഞാൻ വളരെ കേണപേക്ഷിക്കുന്നു. പിന്നെ വിഖായ വളണ്ടിയർമാർ ക്യാമ്പ് അംഗങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവരുടെ സീറ്റുകളിലേക്ക് എത്തിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യാതെ ക്യാമ്പിൽ പങ്കെടുക്കരുത്.
കാരണം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ച് പിന്നിലാവും. ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ SKISയുടെ മെമ്പർഷിപ്പ് ഫോം പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കുക, ഇപ്പോൾ തന്നെ തിരിച്ചേൽപ്പിക്കണം. അതൊരു മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കരുത്. മറ്റൊരു പ്രത്യേകമായിട്ടുള്ള കാര്യം, സംഘടന സംവിധാനങ്ങളോട് നമ്മളുടെ പ്രവർത്തകർ, ഇപ്പോഴത്തെ കാര്യമല്ല തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് സംഘടന സംവിധാനങ്ങളോട് സക്രിയമായി നമ്മൾ പ്രതികരിക്കണം. പലപ്പോഴും നമ്മൾ ഒരു പരിപാടി, ഒരു പദ്ധതി കൊടുത്താൽ അത് വിജയിപ്പിച്ചെടുക്കാൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത സമയം പലപ്പോഴും മതിയാകാതെ വരുന്നു. ഏറ്റവും അതിനുള്ള വലിയൊരു ഉദാഹരണം ഖുർആൻ ത്രൈമാസ ക്യാമ്പയിൻ. നമ്മൾ 200 ബുക്കുകൾ മാത്രമേ, 200 തഫ്സീറിൻ്റെ പുസ്തകങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും അതിൽ ഒരു 30 എണ്ണം പോലും അതിൻ്റെ റിസൾട്ട് തയ്യാറാക്കുവാൻ ഒരു 30 എണ്ണം പോലും നമ്മളുടെ കയ്യിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ഒരർത്ഥത്തിൽ സ്ത്രീകളാണ് ഇതിലും കൂടുതൽ നല്ല റിപ്ലൈ ചെയ്തിട്ടുള്ളത്. അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 20ഓളം റിപ്ലൈ നമ്മുടെ കയ്യിൽ കിട്ടി. 50 എണ്ണം കൊടുത്ത് 20 എണ്ണം നമ്മുടെ കയ്യിൽ കിട്ടി. ആണുങ്ങളായ നമ്മൾ ഈ ആണത്തം ഇതിലൊക്കെയാണ് നമ്മളൊന്ന് പ്രകടിപ്പിക്കേണ്ടത് എന്ന് മാത്രം എന്നോടും നിങ്ങളോടും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അലി മൗലവി നാട്ടുകൽ അവർകളെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുവാൻ വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വന്യരായ അബൂബക്കർ ദാരിമി ആലമ്പാടി നിർവഹിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهر رمضان الذي أنزل فيه القرآن. عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه كما قال رسول الله صلى الله عليه وسلم. متفق عليه. ആദരണീയരായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അലി ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസി ഉസ്താദ്, വന്യരായ ഷരീഫ് സാഗർ, മറ്റ് SKISയുടെയും SYSൻ്റെയും കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലിന് ഒരു സ്വാലിഹായ അമലുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് നമുക്ക് വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയുള്ള ഒരു മാനസിക തയ്യാറെടുപ്പിന് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ മാസമായ പരിശുദ്ധ റമദാൻ പൂർണ്ണമായും നാം ഖുർആനിലായി ചെലവഴിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, അതിൻ്റെ നോമ്പ് പകൽ മുഴുവനും നാം നോമ്പനുഷ്ഠിക്കുകയും അത് ബാത്തിലാകുന്ന കാര്യങ്ങളെ തൊട്ട് ആത്മീയമായും മാനസികമായും ശാരീരികമായും പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു നോമ്പ് അനുഷ്ഠിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രാത്രിയിലുള്ള യാമങ്ങളിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കാനും നിന്ന് നിസ്കരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് പാരത്രിക പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും രാത്രിയിൽ, അതായത് ഖിയാമുൽ ലൈൽ അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം നിറവേറ്റിയാൽ തീർച്ചയായും അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, കഴിഞ്ഞു പോയ സർവ്വ പാപങ്ങളെയും അവനിക്ക് അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമെന്ന്.
അത്തരത്തിലുള്ള മുഖ്ലിസീങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വചനം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ ക്യാമ്പിൻ്റെ ക്യാമ്പ് അമീർ ഒന്നരായ ഉസ്താദ് അലി മൗലവി തൻ്റെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിത മഹത്തുക്കളെ, സഹപ്രവർത്തകരെ, റമദാനിൻ്റെ മുന്നോടിയായി വർഷാവർഷവും നമ്മൾ നടത്തി വരാറുള്ള റമദാൻ ക്യാമ്പിലാണ് നമ്മളുള്ളത്. അതിന് തൊട്ട് മുമ്പുള്ളൊരു സെഷൻ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ ബോഡി എന്ന അർത്ഥത്തിൽ നമ്മളൊന്ന് കൂടിയിരുന്ന് നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ ചെറിയ തോതിൽ ഒന്ന് വിലയിരുത്തി ഭാവി പരിപാടിയെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തി മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമയം ഒരു 35-40 മിനിറ്റോളം വൈകിയാണ് നമ്മുടെ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ക്യാമ്പ് അമീർ എന്ന നിലക്ക്, അധ്യക്ഷൻ എന്ന നിലക്ക് ഞാൻ തന്നെ അത് വിഘ്നം സംഭവിപ്പിക്കുക എന്നത് തെറ്റാണ് എന്ന ബോധ്യത്തോടു കൂടി കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു വർഷത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഘടന അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. JIC എന്ന് പറയുന്ന ജിദ്ദ ഇസ്ലാമിക് സെൻറ്റർ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ മുൻകാല നേതാക്കന്മാരായി മുമ്പ് ഇവിടെ നിന്ന് അതിന് നേതൃത്വം വഹിച്ച് ഇന്ന് നാട്ടിലൊക്കെ വിശ്രമ ജീവിതം നയിക്കുന്ന നേതാക്കന്മാരായ ആളുകൾ, ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഫൈസി ഒളവട്ടൂർ, അതുപോലെ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ്, ഇബ്രാഹിം ഫൈസി തിരൂർക്കാട് തുടങ്ങി അങ്ങനെ പല ഉമറാക്കളുമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു സമിതി ആണ് ഇത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നൊരു വഴി. ജിദ്ദയിലെ സുന്നി പ്രവർത്തകർ ഒരൊറ്റക്കെട്ടായി, ഒരേ ശബ്ദം, ഒരേ സംഘമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നേതാക്കന്മാർ നമുക്ക് കാണിച്ചെന്ന മാതൃകയിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് നാഷണൽ തലത്തിൽ ചില ഘടകങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് സുന്നി യുവജന സംഘം SKIC എന്ന 2 പ്രസ്ഥാനങ്ങളുള്ളതുകൊണ്ട് അതിന് 2 ഘടകങ്ങളായി ജിദ്ദ ഇസ്ലാമിക് സെൻറ്റർ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ 2 ഘടകങ്ങളായി വളരെ ഐക്യത്തോടുകൂടി, വളരെ യോജിപ്പോടുകൂടി, കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകുന്നതിൽ നമ്മുടെ നേതാക്കന്മാർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു ആത്മസംതൃപ്തി അടയുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇതര പ്രവിശ്യകളിലൊക്കെ ഉള്ള സുന്നി പ്രവർത്തകർ മാതൃകയാകും വിധം, ശ്രദ്ധേയമാകും വിധം അത് വിജയിച്ചിട്ടുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചില പ്രധാന പ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് വിളിച്ച്, ദമാമിലെ റിയാദിലെയൊക്കെ പ്രവർത്തകർ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ അവിടെയുള്ള സെറ്റപ്പ് പോലെ ഇവിടെ ഒന്ന് ആയിക്കിട്ടാൻ നിങ്ങളാരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്ന് ഇടപെട്ട് ഒന്ന് ചെയ്തു തരാൻ കഴിയുമോ എന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് വരെ ജിദ്ദയിലെ സുന്നി പ്രവർത്തനം ഒരേ ശബ്ദമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നതിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രവർത്തകരോട് ഞാൻ ആ സന്തോഷം പങ്കുവെക്കുകയാണ്. അതിന് വിഘ്നം സംഭവിക്കുന്ന രീതിയിലുള്ള വാക്ക്, പ്രവർത്തനം, ശരീരഭാഷകളൊന്നും തന്നെ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലക്ക് നമ്മുടെ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കാൻ പ്രതിജ്ഞയെടുക്കലാകട്ടെ ഈ ഒരു ജനറൽ ബോഡി എന്നത് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇതിൻ്റെ അധ്യക്ഷൻ എന്ന നിലക്ക്. അതോടൊപ്പം ഇവിടെ 2 സംഘടനകൾ SYC, SKIC നാഷണൽ തലത്തിലുള്ളൊരു വിങ്ങുണ്ടായതുകൊണ്ട് നമ്മുടെ 2 ഘടനകൾ രൂപീകരിച്ച് ഒരുപാട് പ്രാപ്തരായ പണ്ഡിതന്മാർ, എഴുത്തുകാർ, ചിന്തകന്മാർ, ബുദ്ധിജീവികളായ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ജിദ്ദ പട്ടണത്തിലുണ്ട്, സുന്നി സമൂഹത്തിൽ തന്നെയുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ ഒരു JIC എന്ന് പറയുന്ന 8, 10, 11 അംഗം അടങ്ങുന്ന ഒരു സമിതിയിൽ അക്കമഡേറ്റ് ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ടാവും. ആ അർത്ഥത്തിൽ അവർക്കൊക്കെയും ലീഡർഷിപ്പ് നൽകുവാനും അവരെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും ഈ ഘടന കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നത് ഞാൻ സന്തോഷത്തോടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 2 പ്രസിഡന്റുമാർ, 2 സെക്രട്ടറിമാർ, ഒരുപാട് വൈസ് പ്രസിഡന്റുമാർ, ഒരുപാട് ജോയിന്റ് സെക്രട്ടറിമാർ, 2 ട്രഷറർമാർ, അവരൊക്കെയും നേതാക്കന്മാരാണ്, അവരൊക്കെ ലീഡർമാരാണ്. ഞാൻ വളരെ അവരെ ഇരുത്തി ആത്മപ്രശംസ നടത്തുന്നത് ശരിയല്ല എന്ന അർത്ഥത്തിൽ കൂടുതൽ പറയുന്നില്ല. ഞങ്ങളൊക്കെ വിചാരിച്ചതിലുപരി
അവരുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ഇഖ്ലാസും അവരുടെ ആ കർമ്മ കുശലതയുമൊക്കെ കൗശല്യവുമൊക്കെ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ദൂരെ നിന്ന് വീക്ഷിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്ഭുതപ്പെടുകയാണ്. ഒരു പ്രവർത്തകന്റെ ഇടയിലുണ്ടാകുന്ന ചാബല്യങ്ങളോ അച്ചടക്കരാഹിത്യങ്ങളോ അല്ലെങ്കിൽ സംഘടനക്ക് വിഘ്നം സംഭവിക്കുന്ന ഇതിൻ്റെ ഈ കൂട്ടായ്മക്ക് കോട്ടം സംഭവിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടാവുന്ന രീതിയിലുള്ള യാതൊരു അനുഭവമില്ലാതെ ഈ ഒരു വർഷം നമ്മുടെ SYSൻ്റെയും SKICയുടെയും നേതാക്കൾ പ്രവർത്തിച്ചു എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അവരെ പേരെടുത്ത് ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് പ്രശംസിക്കേണ്ടതാണ്. പക്ഷേ ഈ സന്ദർഭം അതിന് ശരിയല്ല. അതുമാത്രമല്ല, സമൂഹത്തിൽ ഉപകരിക്കുന്ന ക്രിയാത്മകമായ വിദ്യാഭ്യാസ മുന്നോറ്റ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ ഈ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ സിബറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കഴിഞ്ഞ വർഷം തുടങ്ങിയതാണെങ്കിലും അത് നിലനിർത്തി തുടർത്തിക്കൊണ്ടുപോയി. അതുപോലെ ഫാമിലി ക്ലാസ്സുകളൊക്കെ ശുഷ്കിച്ചു വന്നിരുന്നു, അതൊക്കെ ജീവിപ്പിച്ചു. ഫാമിലി ക്ലാസ്സുകളിൽ തന്നെ വനിതാ പണ്ഡിതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നടത്താൻ അവർ മുന്നോട്ട് വന്നു. അതുപോലെ അതിലൊക്കെയും ഉപരി SYSൻ്റെ പ്രവർത്തകരെ ഞാൻ പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജിദ്ദ പട്ടണത്തിലെ വ്യത്യസ്ത ഏരിയകൾ തിരിച്ച് വ്യത്യസ്ത കമ്മിറ്റികൾ രൂപീകരിച്ച് 8ഓളം കമ്മിറ്റികൾ ഇന്ന് സുന്നി യുവജന സംഘത്തിൻ്റെ ഏരിയ കമ്മിറ്റികളായിട്ട് നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നതോടൊപ്പം അതിൻ്റെ നേതാക്കളെ മുക്തകണ്ഠം ഈ സമയത്ത് പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ ഒരു മദീന സിയാറ പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ സംഘടനാ പക്ഷത്ത് നിന്ന് നമ്മുടെ ഒരു പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ പോകാൻ പലപ്പോഴും ഈ ജിദ്ദയിൽ ദാഹിക്കാറുണ്ട്. അതിനൊരു ശമനം എന്ന അർത്ഥത്തിൽ നമ്മുടെ ജിദ്ദയിലെ SYSൻ്റെ കീഴിലുള്ള മദീന സിയാറ വിങ് സജീവമാവുകയും മദീനയിലേക്ക് ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നിന്ന് ജിദ്ദ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ സുന്നി യുവജന സംഘത്തിൻ്റെ അല്ലെങ്കിൽ SKICയുടെ കീഴിലായി ഒരു വാഹനം വളരെ സജീവമായി നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ നടത്തി മദീനയിൽ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം സജീവമായി നിലനിർത്തിക്കൊണ്ടുവരാൻ ഈ കമ്മിറ്റിക്ക് സാധിച്ചു എന്നതിൽ അവരെ ഞാൻ ഈ സമയത്ത് പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ റിലീഫ് പ്രവർത്തനം വളരെ ശുഷ്കിച്ച രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊണ്ട് പോയിരുന്ന ഒരവസ്ഥയായിരുന്നു റിലീഫിനുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കണക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഖ്യ ഈ ഒരു ഒറ്റക്കെട്ടായി ഒരു നിയന്ത്രിക്കാൻ ഒരു ടീമും പ്രവർത്തിക്കാൻ ഒരു ടീമും അങ്ങനെ ഒരേ മനസ്സോടുകൂടി അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ നല്ല ഒരു സംഖ്യ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇവിടെ കണക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ റിലീഫ് പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു റിലീഫ് സെല്ല് രൂപീകരിച്ച് അതിന് കീഴിൽ അതിൻ്റെ പ്രവർത്തനം സജീവമാക്കിയതിലും ഈ രണ്ട് സംഘടനകൾക്കും വലിയ അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവാണ് എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ ഒരു ഖുർആൻ പരീക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചോദ്യപേപ്പറുകളൊക്കെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു മാർക്കിടലും അതിനുള്ള സമ്മാനദാനവും ഒക്കെ ഇവിടെ നടക്കും അടുത്ത ദിവസങ്ങളിലായി. ഇങ്ങനെ ഈ ഒരു വർഷത്തെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എപ്പോഴും പ്രവർത്തക സമിതിയിലും എക്സിക്യൂട്ടീവിലുമൊക്കെ ഇരുന്ന് പ്രശംസിക്കുന്നതല്ല പ്രശംസയുടെ വേദി എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് എൻ്റെ പ്രശംസ ഈ സമയത്തേക്ക് നീട്ടിവെച്ചത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ജനറൽ ബോഡിയാണ്, ഒരു വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രവർത്തനം സുന്നി യുവജന സംഘത്തിൻ്റെയും SKICയുടെയും ഒക്കെ പ്രവർത്തനം എത്ര പ്രശംസിച്ചാലും എത്ര മാർക്കിട്ടാലും മതി വരാത്ത വിധം നിങ്ങളൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയായിരിക്കണം യാതൊരു തരത്തിലുള്ള ഭൗതിക താല്പര്യവും ഇല്ലാതെ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് ഇതൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് എന്നും കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം ഇവിടെ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകുന്ന ഹാദിയ അതുപോലെ വാഫി സംവിധാനങ്ങളൊക്കെ അവരും ഈ സമൂഹത്തിൽ ജിദ്ദയിൽ ക്രിയാത്മകമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെയും ഒറ്റ വാക്കിൽ ഈ സമയത്ത് പ്രശംസിക്കാൻ വേണ്ടി മാത്രം എൻ്റെ ഈ രണ്ട് വാക്കുകൾ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലും ഇരുത്തിയുള്ള ഒരു പ്രശംസയല്ല. അവർ നിഅമത്ത് ചെയ്താൽ അതെടുത്തു പറയുക എന്ന അർത്ഥത്തിൽ ഒരു സൂചനാത്മകമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതുകൊണ്ട് നമ്മൾ കൂടുതൽ വിനയാന്വിതരായി ഇനി അടുത്ത വർഷങ്ങളിൽ ഇനിയും കൂടുതൽ ക്രിയാത്മകമായി നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കർമ്മനിരതമായ ഒരു വർഷത്തെ വാർഷിക റിപ്പോർട്ട് SYS ജനറൽ സെക്രട്ടറി സവാദ് പേരാമ്പ്ര അവതരിപ്പിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله الفائزين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പുലരിയുടെ നാഥൻ്റെ നാമധേയം ഉച്ചരിച്ച് തുടങ്ങുന്നു. അവൻ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും വിപത്തുകളിൽ നിന്നും, സൂര്യൻ അസ്തമിച്ച് ഇരുളുമ്പോഴുണ്ടാവുന്ന വിപത്തിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്നവരുടെയും അസൂയാലുവിൻ്റെയും വിപത്തിൽ നിന്നും പ്രഭാതത്തിൻ്റെ രക്ഷിതാവിൽ അഭയം പ്രാപിക്കുന്നു. അന്തിമ വിജയം വരിക്കുന്നവരിൽ നമ്മെയും ചേർത്തനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിലവിലെ കമ്മിറ്റി ഭാരവാഹികൾ, അഭിമന്യരായ നമ്മുടെ ഉസ്താദുമാരും നേതാക്കളുമായ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ, സയ്യിദ് സഹൽ തങ്ങൾ, ഉസ്താദ് അബ്ദുസ്സലാം ഫൈസി ഒളവട്ടൂർ, ഉസ്താദ് ഇബ്രാഹിം ഫൈസി തിരൂർക്കാട്, ഉസ്താദ് അലി മൗലവി നാട്ടുകൾ, ഉസ്താദ് അബ്ദുള്ള ഫൈസി കുളപ്പറമ്പ്, ഉസ്താദ് അബ്ദുൽ കരീം ഫൈസി കീഴാറ്റൂർ, അഭിമന്യരായ അബ്ദുൽ ജബ്ബാർ സാഹിബ് മണ്ണാർക്കാട്, അബ്ദുള്ള സാഹിബ് കുപ്പം, അബ്ദുൽ അസീസ് സാഹിബ് പറപ്പൂർ എന്നീ മഹാരഥന്മാരുടെ അനുഗ്രഹീതമായ നേതൃത്വത്തിൽ താഴെ പറയും വിധമാണ് നമ്മുടെ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. SKECയുടെ അഭിനന്ദനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഉസ്താദ് മുസ്തഫ ബാക്കവി ഊരകം, വൈസ് പ്രസിഡന്റുമാർ അബൂബക്കർ ദാരിമി ആലമ്പാടി ഉസ്താദ് അവറുകൾ, അലി ഫൈസി മാനന്തേരി, NP അബൂബക്കർ ഹാജി, മുജീബ് റഹ്മാനി ഉസ്താദ് അവറുകൾ, ജനറൽ സെക്രട്ടറി ഉസ്താദ് ഹാഫിദ് ജാഫർ വാഫി, ജോയിൻറ്റ് സെക്രട്ടറിമാർ സൈനുൽ ആബിദീൻ തങ്ങൾ, അഷ്റഫ് ഫൈസി, അൻവർ ഹുദവി, ദിൽഷാദ് തളപ്പിൽ, ട്രഷറർ MC സുബൈർ ഹുദവി. SYSൻ്റെ സാരഥികൾ പ്രസിഡന്റ് അഭിനന്ദന ഉസ്താദ് അബ്ദുൽ ബാരി ഹുദവി, വൈസ് പ്രസിഡന്റുമാർ അബൂബക്കർ ദാരിമി താമരശ്ശേരി, നജുമുദ്ദീൻ ഹുദവി, സലീം വാഫി, റസാഖ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി സവാദ് പേരാമ്പ്ര, ജോയിൻറ്റ് സെക്രട്ടറിമാർ അബ്ദുൽ ഹക്കീം വാഫി, ലത്തീഫ് ചാപ്പനങ്ങാടി, അബ്ദുൽ ജലീൽ എടപ്പറ്റ, അബ്ദുൾ റഷീദ് മണിമൂളി, ട്രഷറർ മുസ്തഫ ഹുദവി കൊടക്കാട്. ഈ കമ്മിറ്റിയുടെ പ്രഥമ എക്സിക്യൂട്ടീവ് യോഗം JIC നേതൃത്വത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ SYS SKEC സംയുക്ത യോഗമായി ദാറുസലാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. എക്സിക്യൂട്ടീവിൻ്റെ ആദ്യ യോഗമെന്ന നിലയിൽ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുകയും റമദാൻ റിലീഫ്, പെരുന്നാൾ യാത്ര എന്നിവയും ചർച്ച ചെയ്തു. പെരുന്നാളിന് SYS SKEC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒരു യാത്ര നടത്തുവാനും തീരുമാനിച്ചു. ഇതുവരെ SYSൻ്റെ കീഴിൽ നടന്നു വന്നിരുന്ന നാട്ടിലെ ഉസ്താദുമാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള റിലീഫ് SYS SKEC സംയുക്തമായി ഉമർ അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ എന്ന പേരിൽ വിപുലീകരിച്ച് നാട്ടിലും ഇവിടെയുമുള്ള അർഹരായവർക്ക് സഹായമെത്തിക്കുവാനും തീരുമാനിച്ചു. തൽഫലമായി ഔദ്യോഗികമായ റിലീഫ് കവർ ലെറ്റർ എന്നിവ തയ്യാറാക്കുന്നതിന് അഷ്റഫ് ഫൈസിയെയും, റിലീഫ് നടത്തിപ്പിൻ്റെ ചുമതലകൾക്കായി SYS SKEC കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നിവർക്ക് പുറമെ JIC ഉന്നതാധികാര സമിതിയിൽ നിന്ന് ജബ്ബാർ സാഹിബിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീമിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2015 പുണ്യഭൂമിയിൽ പ്രാർത്ഥന പോലെ കർമ്മനിരതരായി രംഗത്തിറങ്ങി വിവിധ പ്രവിശ്യകളിൽ നിന്നെത്തിയ അള്ളാഹുവിൻ്റെ അതിഥികൾക്കും സേവകന്മാർക്കും നേതാക്കൾക്കും മതിയായ ആതിഥ്യം നൽകി അഡ്മിനിസ്ട്രേഷൻ, യൂണിഫോം, താമസ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കർത്തവ്യ നിർവഹണത്തിന് നേതൃപരമായ സേവനം ചെയ്യുവാനും വിഖായയിലൂടെ നമുക്ക് സാധിച്ചു. ഈ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച പ്രിയപ്പെട്ട വളണ്ടിയർ സുഹൃത്തുക്കൾ, നേതൃത്വം നൽകി നമ്മോടൊപ്പം നിന്ന അഭിമന്യരായ നമ്മുടെ നേതാക്കൾ, സാമ്പത്തിക സഹായം നൽകിയവർ, പരിശീലന ക്ലാസുകൾ, നിർദ്ദേശങ്ങൾ നൽകിയ വിദഗ്ധ ഡോക്ടർമാരടക്കമുള്ള പരിശീലകർ, എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം നാഥൻ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 28/8/2015 ചേർന്ന സംയുക്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് ഹജ്ജ് ഖാഫില നടത്താൻ തീരുമാനിച്ചെങ്കിലും ചില പ്രതികൂല സാഹചര്യങ്ങൾ സംജാതമായതിനാൽ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മുടെ റമദാൻ റിലീഫിൻ്റെ ഭാഗമായി റമദാനിൽ നാം നടത്തിയ കവർ വിതരണത്തിലൂടെ 16,769 റിയാൽ സ്വരൂപിക്കാൻ നമുക്ക് സാധിച്ചത് കൂട്ടായുള്ള പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ്.
അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾ സുദിനത്തിൽ സിയാറ വിങ്ങുമായി സഹകരിച്ചുകൊണ്ട് 100ഓളം പ്രവർത്തകരെ സംഘടിപ്പിച്ച് ത്വായിഫിലേക്ക് പഠനയാത്ര നടത്തിയതും പ്രവർത്തകരിൽ ആവേശം ഉളവാക്കി. റമദാനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ റമദാനിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാട്സപ്പ് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. കണ്ണൂർ ജില്ലാ SYS കമ്മിറ്റി ഇഫ്താർ വിരുന്നൊരുക്കിക്കൊണ്ട് നമ്മുടെ ഈ പുതിയ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഹൃദ്യമായ സ്വീകരണമൊരുക്കിയത് ഇത്തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഫാമിലി വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളും ആശാവഹമായി പോകുന്നു എന്നറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇടക്കാലത്ത് മന്ദഗതിയിലായ ക്ലാസ് വീണ്ടും ഭംഗിയായി നടന്നു വരുന്നു എന്നറിയിക്കുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. കഴിഞ്ഞ ഹജ്ജ് വേളയിൽ ഹജ്ജിനെത്തിയ ഉസ്താദ് മുസ്തഫ ഹുദവി ആക്കോടിൻ്റെ ഗംഭീര പഠന ക്ലാസ് ലക്കി ദർബാർ വെച്ച് നടത്തുവാനും വൻ ജനപങ്കാളിത്തത്താൽ അത് ശ്രദ്ധേയമാക്കുവാനും നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീകളാൽ സംഘടിപ്പിക്കപ്പെട്ട റുബീന വഫിയയുടെ ക്ലാസും വളരെ ശ്രദ്ധേയമായി. ഫാമിലികൾക്ക് വേണ്ടി ഒരു ഏകദിന ക്യാമ്പ് ജിദ്ദക്ക് പുറത്ത് വെച്ച് റമദാനിന് മുമ്പ് നടത്താൻ ആഗ്രഹിച്ചുവെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന ദുഃഖവും ഞങ്ങൾക്കുണ്ട്. നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനത്തിൽ സംഘടനാ തലത്തിൽ ഒരു പുരോഗതിയായി ഞങ്ങൾ കാണുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ജിദ്ദയിൽ SYSൻ്റെ വിവിധ ഏരിയ കമ്മിറ്റികളും മജ്ലിസുന്നൂർ സദസ്സും സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നതാണ്. ഈ വിഷയത്തിൽ നമ്മുടെ നേതാക്കന്മാരുടെയും ഉസ്താദുമാരുടെയും മഹനീയ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. നിലവിൽ ജിദ്ദയിൽ അനാഖിഷ്, ഫൈസലിയ, സുലൈമാനിയ, ഹയ്യൽ റിഹാബ്, ഹയ്യൽ സഫ, ഹയ്യൽ നെഹദ, സൂക്കുൽ ഖുറാബ്, ഹയ്യൽ മർജാൻ എന്നീ 8 ഏരിയ കമ്മിറ്റികൾ ഈ വർഷത്തിനുള്ളിൽ രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചു. ഇതിനു പുറമെ സൂക്കുൽ ഖുറാബ് 2, ഹയ്യ സലാമ, ഹയ്യൻ നഖീൽ, ഷാരഹിറ എന്നീ ഏരിയകളിലും ഏരിയ കമ്മിറ്റി രൂപീകൃതമായിട്ടില്ലെങ്കിലും മജ്ലിസുന്നൂർ നടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിൽ ഈ ഏരിയകളിലും ഏരിയ കമ്മിറ്റി നിലവിൽ വരുന്നതാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ 90-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ പല പരിപാടികളും സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഉദ്ഘാടന സമ്മേളനം, സമ്മേളന പ്രചരണ കലണ്ടർ, സോഷ്യൽ മീഡിയ പ്രചരണം, 90 വാട്സപ്പ് പ്രഭാഷണങ്ങളായ പരിപാടികൾ അവയിൽ ചിലതാണ്. ഈ ഒരു ആണ്ടിലെ മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതിയാണ് ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദിൻ്റെ ജീവചരിത്ര പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നത്. ജാമിയ സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൻ്റെ ചുരുക്കം കോപ്പികൾ ഇവിടെ ലഭ്യമാക്കുവാനും ബഹുമാനപ്പെട്ട TA അഹമ്മദ് കബീർ സാഹിബ് MLA കരങ്ങൾ കൊണ്ട് ജിദ്ദയിൽ വെച്ച് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രകാശനം നടത്തുവാനും നമുക്ക് സാധിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വർഷങ്ങളായി നാം നടത്തി വരാറുള്ള വസന്തം ക്യാമ്പ്, അതുപോലെ തന്നെ റബിയ പഠന ശിബിരവും ഈ വർഷവും തനിമയോടെ നടത്തുവാൻ നമുക്ക് സാധിച്ചു. ക്യാമ്പിൽ MLA TA അഹമ്മദ് കബീർ സാഹിബിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. നാട്ടിലെ അതിന് സമാനമായ രീതിയിൽ ജിദ്ദയിലെ പ്രവാസി സുന്നി സമൂഹത്തിന് ചാരുതയാർന്ന ഒരു മൗലിദ് സദസ്സ് അതുവഴി ഒരുക്കുവാൻ നമുക്ക് സാധിച്ചു. സുന്നി സമൂഹത്തിന് എന്നതിലുപരി കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളെയും പ്രയാസത്തിലാക്കിയ നമ്മുടെ 2 മഹാരഥന്മാരായ 2 പ്രമുഖ നേതാക്കളുടെ വിയോഗം പ്രവാസ ലോകത്തിരുന്ന് ദുഃഖത്തോടെ ഉൾക്കൊള്ളേണ്ടി വന്നത് ഈ കാലയളവിലാണ്. അറിവിൻ്റെ നിറകുടങ്ങളും ലാളിത്യത്തിൻ്റെ പര്യായങ്ങളും സൂക്ഷ്മതയുടെ മകുടോദാഹരണങ്ങളുമായിരുന്ന ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദിൻ്റെയും ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദിൻ്റെയും നബറല്ലാഹു മറാഖദഹും വനഫഅന ബിഉലൂമിഹിം ഫിദ്ദാറൈൻ വിയോഗാനന്തരം പ്രാർത്ഥനാ സദസ്സുകളും ജനാസ നമസ്കാരങ്ങളും നാം സംഘടിപ്പിക്കുകയുണ്ടായി. സർവശക്തനായ റബ്ബ് അവരുടെ ആഖിറത്തിലെ ദറജ ഉയർത്തിക്കൊടുക്കുകയും അവരോടൊപ്പം നാളെ നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മളിൽ ഒരാളായി നമ്മോടൊപ്പം പ്രവർത്തിച്ച പ്രവാസ ജിദ്ദയുടെ പ്രിയങ്കരനായ നേതാവ് KV ഗഫൂർ സാഹിബിൻ്റെയും പ്രൊഫസർ അസ്ലമിൻ്റെയും അല്ലാഹു മഗ്ഫിർ ലഹും വർഹംഹും വിയോഗത്തിന് നാം സാക്ഷിയായത് ഈ കാലയളവിലാണ്. നാഥൻ അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടിയും പ്രാർത്ഥനാ സദസ്സും ജനാസ നമസ്കാരവും സെൻറ്ററിൽ നടക്കുകയുണ്ടായി. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും മറ്റൊന്നിനേക്കാളും പ്രാധാന്യം നൽകി നമ്മോടൊപ്പം പ്രവർത്തിച്ച പ്രവാസ ജിദ്ദയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും വാഗ്മിയുമായ ജനാബ് രായൻകുട്ടി സാഹിബ് പ്രവാസ ജിദ്ദയോട് യാത്ര ചോദിച്ചപ്പോൾ നമുക്ക് സംയുക്തമായി അദ്ദേഹത്തിന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകാൻ സാധിച്ചതും വളരെ ചാരിതാർത്ഥ്യത്തോടെ സ്മരിക്കുന്നു. പ്രവാസ ജിദ്ദയിൽ ഹ്രസ്വ സന്ദർശനാർത്ഥം എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് അർഹിക്കുന്ന ആദരവുകൾ നൽകാൻ നാം എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. ഈ കാലയളവിൽ ഇവിടം സന്ദർശിച്ച പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ബഹുന്നരായ ഉസ്താദ് ഷെയ്ഖുന കോട്ടുമല ബാപ്പു ഉസ്താദ്, പ്രമുഖ പ്രഭാഷകരായ അൻവർ മൊഹീദ്ദീൻ ഹുദവി ആലുവ, മുസ്തഫ ഹുദവി ആക്കോട്, നാസർ ഫൈസി കൂടത്തായി, ബഷീർ ഫൈസി ദേശമംഗലം,
ആബിദ് ഹുദവി തച്ചണ്ണ, മുനീർ ഹുദവി ഫറൂഖ് തുടങ്ങിയ പ്രമുഖരുടെ എല്ലാം സാന്നിധ്യം നാം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഉലമാ വിങ്ങിൽ സംഘടിപ്പിച്ച മുസ്തഫ അഷ്റഫി കക്കുപ്പടി, സലീം ഫൈസി ഇർഫാനി, സമദ് ഫൈസി ഒമാൻ തുടങ്ങിയ ഇസ്തിഖാമയുടെ യുവ പണ്ഡിതന്മാരുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവേശമായി. കൂടാതെ SKSF മലപ്പുറം ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളുടെ മഹനീയ സാന്നിധ്യവും നമുക്ക് ഹൃദ്യമായ അനുഭൂതിയായി. പ്രവാസ ജിദ്ദയിലെ സുന്നി പ്രസ്ഥാന ബന്ധുക്കളുടെ സഹകരണവും സാന്നിധ്യവും ആണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ധന്യമാക്കാൻ സഹായകമായത് എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രവർത്തകരുടെയും സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നാം എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. ഇതിൻ്റെ ഭാഗമായി പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കുമായി ജിദ്ദ ഏരിയ മത്സരവും ശേഷം അതിലെ വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് വന്ന മത്സരാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സർഗലയം ജിദ്ദ സോണൽ മത്സരവും നമുക്ക് ഇവിടെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. അതോടനുബന്ധിച്ച് കൊണ്ട് തന്നെ സമസ്ത 90-ാം വാർഷികത്തിൻ്റെ ഐക്യദാർഢ്യവും പ്രൗഢഗംഭീരമായ സദസ്സിൽ അഭിനന്ദന നമ്മുടെ നേതാവ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടത്താൻ കഴിഞ്ഞതും ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർക്കുകയാണ്. സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന വഫിയ കോഴ്സിൻ്റെ എൻട്രൻസ് പരീക്ഷ അൽനൂർ സ്കൂൾ വെച്ച് നടത്തുവാൻ കഴിഞ്ഞതും മുസ്ലിം ലോകത്തിന് അനന്യമായ മാതൃക തീർത്ത് മദ്രസ പ്രസ്ഥാനത്തിൽ പ്രവാസികൾക്ക് വിവിധ തലങ്ങളിലായി എത്തിക്കുന്നതിലും പ്രവാസി കുടുംബം ഹ്രസ്വ സന്ദർശനത്തിന് ഇവിടെ എത്തുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച തൻ്റെ പൊന്നുമക്കളെ മദ്രസ പൊതുപരീക്ഷ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും അതുവഴി സൗദിയിലെ വിവിധ പ്രവിശ്യകളിലുള്ളവർക്ക് പൊതുപരീക്ഷ എഴുതുവാനുള്ള അവസരമൊരുക്കുവാനും നമുക്ക് സാധിച്ചു. SKIC നാഷണൽ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഖുർആൻ രക്ഷയുടെ സൽസരണി എന്ന ത്രൈമാസ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നതും ശ്രദ്ധേയമാണ്. നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളുടെ ചിരകാല അഭിലാഷമായ സ്ഥിരം സ്വഭാവമുള്ള മദീന സിയാറ എന്ന സ്വപ്നം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ കാലയളവിൽ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹം തന്നെ. അൽഹംദുലില്ലാഹ്, അത് നിലനിൽക്കുവാനും എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവണമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവർത്തന വർഷത്തിലെ പദ്ധതികൾ പരിപൂർണമായി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ഭക്തർ ഉദ്യാനത്തിലും അരുവികളൊഴുകുന്ന ആരാമത്തിലും പരിലസിക്കുന്നവരത്രേ. അവർ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്താണ്. ബഹുശക്തനായ രാജാതിരാജൻ്റെ തിരുസന്നിധിയിലുമാണ്. അള്ളാഹു നമ്മയും അവരിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അബ്ദുള്ള കുപ്പം അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചേർന്ന പ്രവർത്തക സമിതി 3 സംഘടനകളും അവരുടെ ഉത്തരവാദപ്പെട്ടവർ അവതരിപ്പിക്കപ്പെട്ട കണക്ക് അത് ക്രോഡീകരിച്ച് അതിൻ്റെ സമ്മറി മാത്രമാണ് ഞാനിവിടെ വായിക്കുന്നത്. ആദ്യം ഉമർ അലി ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ല് 1436 ബാലൻസ് 3020 റിയാൽ 15,000 ഇന്ത്യൻ റുപ്പിയും അന്ന് ബാലൻസ് ഉണ്ടായിരുന്നു. റമദാൻ കളക്ഷനായി 16,269 റിയാലും പബ്ലിക് കളക്ഷനായി 25,815 റിയാലും അൽനൂർ സ്കൂളിൽ നിന്ന് റിലീഫ് സെല്ലിലേക്ക് വാങ്ങിയത് 47,835 റിയാലും അങ്ങനെ ടോട്ടൽ 92,939 റിയാൽ വരവും ചെലവ് അഥവാ വിതരണം ചെയ്തത് 92,303 റിയാലും 60 ഹലാലും അതിനു പുറമെ 15,000 ഇന്ത്യൻ ഉറുപ്പികയും വിതരണം ചെയ്തിട്ടുണ്ട്. ബാക്കി 635 റിയാൽ 40 ഹലാൽ ബാക്കിയുണ്ട്. അതാണ് റിലീഫ് സെല്ലിൻ്റെ കണക്ക്. മറ്റ് 3 സംഘടനകൾ കൂടി ക്രോഡീകരിച്ച കണക്കാണ് വായിക്കുന്നത്. 1436 SYS ബാലൻസ് 29,019 റിയാൽ, 1436 JIC ബാലൻസ് 3,719, സിയാറ വിങ്ങിൽ നിന്ന് 3,151, പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് 1,395, ഇതെല്ലാം വരവാ വായിക്കുന്നത് കേട്ടോ.
വില്ല മെസ്സ് 2,76,552, വാൻ വകയിൽ വരവ് 60,347, സംഭാവന കിട്ടിയത് 3,041, വിക്കായൻ്റെ വരവ് 24,175, ടോട്ടൽ വരവ് 4,01,399. ഇനി ചെലവുകൾ. വിക്കായൻ്റെ ചെലവ് 17,948, വില്ല മെസ്സ് ചെലവ് 2,48,935, വാൻ വക ചെലവ് 1,19,604, ഹജ്ജ് ക്ലാസ് ചെലവ് 2,300, ഫാമിലി ക്ലാസ് 1,178, പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് 6,705, സ്റ്റേഷനറി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ 1,009, നാഷണൽ കമ്മിറ്റിക്ക് കൊടുത്തത് 3,000, പബ്ലിക് ഫംഗ്ഷന് ചിലവാക്കിയത് 5,119. ടോട്ടൽ ചെലവ് 4,57,098. കമ്മി 4,399. ഇത് ഈ കമ്മി വരാൻ കാരണം 87,000 റിയാലിനോളം ചിലവാക്കി ഒരു പുതിയ വാൻ വാങ്ങിയിരുന്നു. അതാണ് ഇതിൻ്റെ കമ്മി വരാൻ കാരണം. അസ്സലാമു അലൈക്കും. ഈ ഒരു വർഷത്തെ റിപ്പോർട്ടും കണക്കുമാണ് ഇവിടെ വായിക്കപ്പെട്ടത്. എന്തെങ്കിലും അതിൽ ഇത് പ്രവർത്തക സമിതി കൂടി പാസ്സാക്കിയ റിപ്പോർട്ടാണ്. ഇനി അന്നൊന്നും പങ്കെടുക്കാത്ത സാധാരണ പ്രവർത്തകർക്ക് എന്തെങ്കിലും അഭിപ്രായം പെട്ടെന്ന് 1-2 മിനിറ്റ് കൊണ്ട് പറയേണ്ടതാണ്. പിന്നെ നമ്മൾ ടൈം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഷെരീഫ് സാഗർ സാഹിബിൻ്റെ ക്ലാസ് വേണം, മുസ്തഫ ഉദവിയുടെ പ്രസംഗം വേണം ജുമുഅൻ്റെ മുമ്പ്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഇവിടെ പാസ്സാക്കപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് റിപ്പോർട്ടിൽ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മലയാളികൾക്ക് സുപരിചിതനായ തൂലികനും ജിദ്ദയിലെ വ്യക്തിത്വ വികസന ക്ലാസുകളിലും പരിശീലനങ്ങളിലും നടത്തുന്നതിൽ പ്രഗത്ഭനുമായ യുവ മാധ്യമ പ്രവർത്തകൻ